ഹായ് ഗായ്സ്, ദിസ് ഈസ് ട്രാവലല്ലോ. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു 1 ഡേ റോഡ് ട്രിപ്പാണ്. അതിരപ്പള്ളി വാൽപ്പാറ വഴി പൊള്ളാച്ചി പാലക്കാട് അങ്ങനെ കണക്ട് ചെയ്തു പോകുന്ന ഒരു റോഡ് ട്രിപ്പ്. ഒരു 1 ഡേ റോഡ് ട്രിപ്പ് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ജേർണിയാണിത്. ഏകദേശം 350 കിലോമീറ്റർ ഉള്ള ഈ യാത്ര വളരെ സീനിക് ആയിട്ടുള്ള വഴിയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങളുടെ ജേർണി ആരംഭിച്ചത് കൊച്ചിയിൽ നിന്നാണ്. കൊച്ചിയിൽ നിന്ന് മോർണിംഗ് ഒരു 5:30-6 മണിക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഇപ്പോൾ നമ്മൾ അതിരപ്പള്ളി റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് രണ്ട് സൈഡിലും കാണാൻ സാധിക്കും പാം ട്രീസ് ആണ്. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഈ ഒരു വഴിയിലേക്ക് കയറുമ്പോൾ ഇങ്ങനെ പാം ട്രീസ് ആണെങ്കിൽ നമുക്കൊരു നല്ലൊരു വൈബ് കിട്ടും. പെട്ടെന്ന് വേറൊരു സ്ഥലത്ത് എത്തിയ പോലത്തെ ഒരു വൈബാണ്. ആൻഡ് കുറച്ചു മുമ്പ് ഒരു മരം വീണെടുക്കുന്നത് കണ്ടില്ല. അത് മിക്കവാറും ഒരു ആന മറിച്ചിട്ടതാവാനാണ് ചാൻസ്. കാരണം വരുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ ഒരു ആനക്കൂട്ടത്തിന് ഞങ്ങൾ കണ്ടായിരുന്നു. നമ്മളങ്ങനെ അതിരപ്പള്ളി എത്തി. പക്ഷേ എൻട്രൻസ് എത്തിയപ്പോഴാണ് ടിക്കറ്റ് കൗണ്ടർ താഴെയാണെന്നുള്ളത് മനസ്സിലായത്. താഴെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. മേളിൽ എൻട്രൻസിൽ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, പക്ഷെ അത് 8:30 ശേഷമാണ് തുറക്കുന്നത്. 8:30 മുമ്പ് ഇവിടെ എത്തിയത് കൊണ്ട് ടിക്കറ്റ് കൗണ്ടർ നമുക്ക് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെയാണ്. സോ അവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ ഇപ്പോൾ റിട്ടേൺ നമ്മൾ വന്നേക്കാണ്. ആൻഡ് നമ്മൾ ടിക്കറ്റ് എടുത്തു, അകത്ത് കയറി. ടിക്കറ്റിൻ്റെ വില 60 രൂപയാണ്. വണ്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ പൈസ വേറെ വരും. നമുക്ക് ബൈക്ക് ആയതുകൊണ്ട് 15 ആണ്. ബസ്സോ കാറോ ആണെന്നുണ്ടെങ്കിൽ അതിന് വേറെ എമൗണ്ട് ആയിരിക്കും വരിക. എൻട്രൻസിൽ നിന്നും കുറച്ച് നടന്നു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിലെത്താം. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഉത്ഭവ കേന്ദ്രം എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗട്ട്സ് പശ്ചിമഘട്ടത്തിലെ ഷോളയാർ റേഞ്ചിൽ നിന്നാണ്. താഴേക്ക് ഒരു 400 മീറ്റർ നടന്നാൽ താഴെ നിന്നുള്ള വ്യൂ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും. നിങ്ങൾ അതിരപ്പള്ളി വരികയാണെന്നുണ്ടെങ്കിൽ മേളിൽ മാത്രം നിൽക്കാതെ ഒരു 400 മീറ്റർ ഒന്ന് നടന്ന് താഴെ നിന്നുള്ള വ്യൂ മസ്റ്റായിട്ടും കാണേണ്ടതാണ്. അത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. കേരളത്തിലെ തന്നെ വലിയ വെള്ളച്ചാട്ടമാണ് നമ്മൾ ഈ കാണുന്ന അതിരപ്പള്ളി വാട്ടർഫാൾസ്. അതിൻ്റെ ഹൈറ്റ് ഏകദേശം 81.5 അടിയാണ്. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സിനിമാ ലൊക്കേഷൻ കൂടിയാണത്. ബാഹുബലി പോലുള്ള ബ്രഹ്മാണ്ഡ സിനിമകൾ മുതൽ ഈ അടുത്തിറങ്ങിയ ARM വരെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പതിയെ അവിടെ നിന്ന് ഇറങ്ങി. കാരണം നമ്മുടെ യാത്ര ഇനിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് ഏകദേശം 3 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് വാൽപ്പാറയിലേക്ക്, അതും കൊടും വനത്തിലൂടെ. സോ വി റീസ്റ്റാർട്ടഡ് അവർ ട്രിപ്പ്. അതിരപ്പള്ളി കഴിഞ്ഞ് അടുത്ത ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് വാഴച്ചാലാണ്. ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും. പക്ഷേ ആ പാലത്തിൻ്റെ പണി നടക്കുന്നത് കാരണം നമുക്ക് ആ വ്യൂ ബ്ലോക്കാണ്. കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് ആ റൈറ്റ് സൈഡിലേക്ക് കാണുന്ന ജീപ്പിൻ്റെ അവിടെ വണ്ടി നിർത്തിയാൽ അത് ആസ്വദിക്കാൻ സാധിക്കും. വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് എത്തി. അവിടെ നമ്മുടെ വണ്ടി ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. അവർ തന്ന സ്ലിപ്പും കൊണ്ട് നമ്മൾ നേരെ മലക്കപ്പാറയിലേക്ക്. ഈ സ്ലിപ്പ് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കുക. ഇത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്കൊരു വാട്ടർഫോൾസ് ഉണ്ട്, പക്ഷേ സമയത്തിൻ്റെ പരിമിതി കാരണം നമ്മൾ കയറുന്നില്ല. ഇനി അങ്ങോട്ടുള്ളത് ഫോറസ്റ്റ് റോഡാണ്. പലതരത്തിലുള്ള വന്യജീവികൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ റോട്ടിലൊന്നും വണ്ടി നിർത്താൻ പാടില്ല. 6 to 6 മാത്രമാണ് ഈ വഴിയിലൂടെയുള്ള പ്രവേശന സമയം. അതായത് രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ. 6 മണിക്കുള്ളിൽ നമ്മൾ ഈ ചെക്ക് പോസ്റ്റ് കടന്നിട്ടുണ്ടാകണം. ഇനി നമ്മൾ പോകുന്നത് വളരെ ഡീപ്പ് ഫോറസ്റ്റിലൂടെയാണ്. ആന, കടുവ, പുലി, മാൻ, കരടി, കാട്ടുപോത്ത് തുടങ്ങിയ പല വന്യജീവികളുള്ള ഒരു കാടാണിത്. ഷോളയാറിൽ നിന്നും അതിരപ്പള്ളിയിലേക്ക് പോകുന്ന വെള്ളം സൈഡിൽ കാണാൻ പറ്റും. ഈ യാത്രയിൽ നമ്മുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാട്ടുപാതയാണ്. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ മനോഹരമായ ഒരു പാതയാണിത്. ഈ വഴിയുള്ള ഭംഗി ആസ്വദിക്കാനാണ് നമ്മൾ ഈ യാത്ര തന്നെ പോകുന്നത്. വാഴച്ചാലിൽ നിന്നും യാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായി എത്തുന്നത് പുലിയാമ്പാറയിലാണ്. ഭാഗ്യമുണ്ടെങ്കിൽ മിക്കപ്പോഴും ഇവിടെ നിങ്ങൾക്ക് മാനിനെ കാണാൻ പറ്റും. ഇവിടെ ഈ കാട്ടിലും കുറെ ആളുകൾ താമസിക്കുന്നുണ്ട്. ആനയെ പോലെ ഈ റൂട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് ആനവണ്ടി. KSRTC ആണേ ഈ വഴിയിൽ സർവീസ് നടത്തുന്നുണ്ട്. പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് സൈഡിലൊരു കാട്ടുപോത്ത്. അതിനെ കണ്ട് ഞങ്ങളൊന്ന് പേടിച്ചപ്പോൾ ഞങ്ങളെ കണ്ട് അതും പേടിച്ചോടി.
നിറച്ചും ആനയുള്ളൊരു കാടാണെന്ന് നമുക്ക് വേഗം മനസ്സിലാക്കാം. കാരണം റോഡിൽ അവിടെ ഇവിടെ ഒരുപാട് ആനപ്പിണ്ടം കാണാൻ സാധിക്കും. സത്യം പറയാലോ, ഒറ്റക്ക് ഈ റൂട്ട് വരുന്നത് കുറച്ച് സീനാണ്. രാത്രിയെല്ലാം ഇവിടെ എന്തായാലും ആനയുണ്ടാകും. ഈ റൂട്ടിൽ കടുവ ഇറങ്ങുന്നതും കരടി ഇറങ്ങുന്നതിൻ്റെയൊക്കെ വീഡിയോസ് യൂട്യൂബിൽ കാണാം. എപ്പോൾ വേണേലും കാണാവുന്ന ഒരു ജീവിയാണ് ആന. പകൽ ടൈം നമുക്ക് ആസ്വദിച്ച് വണ്ടി ഓടിക്കാൻ പറ്റിയ ഒരു വഴി തന്നെയാണത്. ഫുൾ കാട്, ഫുൾ റോഡ്. ഈ കാട്ടുപാതയിലൂടെ പോയി നമ്മൾ എത്തുന്നത് മലക്കപ്പാറയിലാണ്. വാഴച്ചാൽ കഴിഞ്ഞു വരുന്ന അടുത്ത ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഇവിടെയും ഒരു കൊച്ചു ഗ്രാമമുണ്ട്. കാട്ടിൽ നിന്നും തേയിലത്തോപ്പുകളാൽ ചുറ്റപ്പെട്ട ഒരു ജിയോഗ്രഫിക് ചേഞ്ച്. ഒരു മൂന്നാറൊക്കെ പോലെയുള്ള ഭൂപ്രദേശം. വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നിന്ന് തന്ന സ്ലിപ്പ് ഇവിടെ ചെക്ക് പോസ്റ്റിൽ കൊടുക്കണം. നമ്മൾ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്തോ എന്ന് അറിയാൻ വേണ്ടിയാണ്. മലക്കപ്പാറ എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കേരള തമിഴ്നാട് ബോർഡർ ആയിട്ടുള്ള ഒരു കുഞ്ഞു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിനു മാലാകപ്പാറ എന്നൊരു പേര് കൂടിയുണ്ട്. ഇവിടെയാണ് ഷോളാർ ഡാം ഉള്ളത്. അതാ ആ കാണുന്നതാണ് ഷോളാർ ഡാം. ഇത് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടാണ്. അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളതിൽ കയറിയില്ല. മഴക്കാലമല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഡാമിൽ വെള്ളം വളരെ കുറവായിരുന്നു. തേയിലത്തോപ്പുകളിലൂടെ വാൽപ്പാറ ലക്ഷ്യമാക്കി ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. വാൽപ്പാറ വ്യൂ പോയിന്റ് കയറാൻ സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ വ്യൂ പോയിന്റ് കാണാതെ യാത്ര തുടർന്നു. ഇനിയും 2 മണിക്കൂർ യാത്ര ചെയ്യാനുണ്ട് പൊള്ളാച്ചി എത്താൻ. അതാണ് നമ്മുടെ ഹാഫ് വേ പോയിന്റ്. പോകുന്ന വഴി ഉച്ചക്ക് 12 മണിക്ക് തന്നെ നല്ല കോടമഞ്ഞ തണുപ്പ് നമുക്ക് കിട്ടി. അത് ക്യാമ്പിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. നല്ല തണുപ്പ് കാരണം ചൂടുള്ള എന്തെങ്കിലും കഴിക്കാൻ തന്നെ. അങ്ങനെ അടുത്തതായി കണ്ട ഒരു ചെറിയ കടയിൽ ഞങ്ങൾ കയറി ഒരു ചായ കുടിക്കാൻ. ഈ കടയിൽ നിന്നും താഴേക്ക് നോക്കിയപ്പോൾ താഴെ പച്ച പുല്ല് വിരിച്ചൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. കണ്ടാൽ എന്തായാലും ഒന്ന് കളിക്കാൻ തോന്നും. അങ്ങനെ ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജേർണി നമ്മൾ പിന്നെയും ആരംഭിച്ചു. അത് കഴിഞ്ഞ് പോകുന്ന വഴി ഒരു നല്ല ഫോട്ടോ പോയിന്റ് ഉണ്ടായിരുന്നു. ഇതുവഴി യാത്ര ചെയ്യുന്നവരുടെ ഒരു മെയിൻ പോയിന്റ് ആണ്. ജസ്റ്റ് ലുക്ക്, വാവ്. ഇവിടെ തന്നെ ചെറിയൊരു ചായക്കടയുണ്ട്. അവിടെ ഒരു ചായയും കുടിച്ച് റിലാക്സ് ചെയ്തിരിക്കാം. പക്ഷേ റൂട്ടിൽ തിരക്കായതുകൊണ്ട് ഞങ്ങൾ നിന്നില്ല. ഇനിയുള്ള റോഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് റൂട്ട് എന്ന് വിശേഷിക്കപ്പെടുന്ന 40 ഹെയർ പിന്നുള്ള വാൽപ്പാറ ടു പൊള്ളാച്ചി റോഡാണ്. വളരെ മനോഹരമായ ഒരു റൂട്ട് തന്നെയാണ്. നമ്മൾ പോകുന്ന വഴി നല്ല കോടയും കിട്ടി. അയ്വാ,
ചുരം ഇറങ്ങുമ്പോൾ ദൂരെ നമുക്കൊരു ഡാമിന്റെ റിസർവോയർ കാണാൻ സാധിക്കും. ആലിയാർ ഡാമിന്റെ റിസർവോയർ ആണ്. ചുരം ഇറങ്ങി പോകുന്ന വഴി ഒരു കൂട്ടം മയിലിനെയും കുറെ കുരങ്ങന്മാരെയും കണ്ടു. ചുരമിറങ്ങി നേരെ എത്തിയത് തമിഴ്നാട്ടിലൊരു ചെക്ക് പോസ്റ്റാണ്. അവിടുന്ന് നേരെ പൊള്ളാച്ചി. തമിഴ്നാട് ആയതുകൊണ്ട് തന്നെ റോഡെല്ലാം വളരെ നല്ലതാണ്. അവിടുന്ന് നമ്മൾ പൊള്ളാച്ചി വഴി ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്ന ഏതോ വഴിയിലൂടെ പാലക്കാട്ടേക്ക് പോവുകയായിരുന്നു. വഴി തെറ്റിയോ? ചുറ്റും തോട്ടങ്ങളാണ്. ഇല്ല, വഴി തെറ്റിയില്ല. ഒരു വെൽക്കം ബോർഡ് കണ്ടു, വെൽക്കം ടു കേരള. അങ്ങനെ പാലക്കാട് റോഡ് കയറി നമ്മൾ കൊല്ലങ്കോട് എത്തി. ഗ്രാമത്തിന്റെ മനോഹാരിത കാണിച്ചു നൽകി കൊല്ലങ്കോട്. പച്ചപ്പ് നിറഞ്ഞ പാടം, മല, വല്ലാത്തൊരു കാഴ്ച തന്നെയായിരുന്നു പാലക്കാടിന്റെ ഗ്രാമീണ ഭംഗി. അകത്ത് കയറണമെങ്കിൽ എൻട്രൻസ് ടിക്കറ്റ് ഉണ്ട്. ആ കാണുന്ന ഹട്ടുകളിൽ ഇരിക്കാൻ വേറെയും പൈസ കൊടുക്കണം. ഇവിടെ നിന്നുള്ള വ്യൂ മനോഹരമായതുകൊണ്ട് തന്നെ നമ്മൾ അകത്തോട്ട് കയറിയില്ല. പാലക്കാട് എന്ന് പറയുന്നത് കേരളത്തിന്റെ നെല്ലറയാണ്. ഒരുപാട് പാടങ്ങൾ നമുക്ക് കാണാം. പാലക്കാടിൽ നിന്ന് നമുക്ക് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യണം. അതിനായി ഞങ്ങൾ നാഷണൽ ഹൈവേ കയറി. ഇനി ഫുൾ സ്ട്രെച്ച് റോഡാണ്, കുതിരാൻ ടണൽ. ഇനി ബ്ലോക്ക് ഒന്നും ഉണ്ടാക്കില്ല. ഇനി അങ്ങോട്ട് ബ്ലോക്ക് ഒന്നും ഉണ്ടാകില്ല എന്ന് വിചാരിച്ച് ഞങ്ങളെ എക്സ്പ്രസ് ഹൈവേക്കാർ ചതിച്ചു. പാലം പണി നടക്കുന്നതിനാൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതുവരെ വണ്ടി ഓടിച്ചതിന്റെ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ തൃശ്ശൂർ കഴിഞ്ഞ ഒരു ബ്ലോക്കിൽ അകപ്പെട്ട് ഞങ്ങൾക്ക് നല്ല ക്ഷീണം അനുഭവിച്ചായിരുന്നു. നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും ഏകദേശം 2 മണിക്കൂർ യാത്രയുണ്ട് തിരിച്ച് കൊച്ചിയിലേക്ക്. പക്ഷേ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അതിരപ്പള്ളി വാൽപ്പാറ റൂട്ട് എങ്ങനെയുണ്ട്? എന്നോട് ചോദിച്ചാൽ ഞാൻ ഒറ്റ ഉത്തരമേ പറയൂ. വളരെ സീനിക്കായ ഈ റൂട്ടിൽ ഞാൻ വീണ്ടും വരും 2 ആനയെ കൂടി കാണാൻ. ഇനിയും ഇതേപോലെയുള്ള ട്രാവൽ വീഡിയോസുകൾക്കും പല സ്ഥലങ്ങളെ പറ്റിയുള്ള വീഡിയോകൾക്കുമായി ഇന്ന് തന്നെ ട്രാവലിലോ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബൈ.